ഹായ് സ്റ്റുഡൻസ്, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിച്ച് ഈസ് ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നിങ്ങളിവിടെ നോക്കുക, ഈ കോളം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനീഷ്യലി, അതായത് നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ മോഷൻ ഒബ്സർവ് ചെയ്യുന്ന ടൈമിൽ, അതായത് 0 സെക്കൻഡ്, ആ ഒബ്ജക്റ്റ് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റിയോട് കൂടി ട്രാവൽ ചെയ്യുകയായിരുന്നു. 2 സെക്കൻഡുകൾക്ക് ശേഷവും അതിന്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 4-മത്തെ സെക്കൻഡിലും 6-മത്തെ സെക്കൻഡിലും 8-മത്തെ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റിയിൽ എന്തില്ല, ചേഞ്ച് ഇല്ല. അത് 2 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല എങ്കിൽ ആ മോഷനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ വരക്കാൻ വേണ്ടി പോകുന്നത് യൂണിഫോം മോഷനുള്ള ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ 0 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 4 സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 6 സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 8 സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റിയിൽ എന്തില്ല, ചേഞ്ച് ഇല്ല. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഗ്രാഫ് എന്താണെന്ന് നോക്കിയേ. ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. അല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഇനി ഈ ഗ്രാഫിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഗ്രാഫിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഏരിയ അണ്ടർ ദി ഗ്രാഫ്. നിങ്ങൾ നോക്കുക, നമ്മൾ 8 സെക്കൻഡ് വരെയുള്ള ഒബ്ജക്റ്റിന്റെ മോഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ. അപ്പൊ ഈ ഒരു ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത്രയും ഏരിയ, ഇതാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കറിയാം ഇതിന്റെ ഷേപ്പ് എന്താണ്? റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. റെക്ടാങ്കിളിന്റെ ഏരിയ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. അപ്പൊ നമ്മളിവിടെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഏരിയ അണ്ടർ ദി ഗ്രാഫ്, ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം റെക്ടാങ്കിളിന്റെ ഏരിയ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ലെങ്ത്തിന്റെ സ്ഥാനത്ത് വരുന്നത് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമാണ്. ഗ്രാഫിൽ ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത്തിന്റെ സ്ഥാനത്ത് വരുന്നത് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമാണ്. അത് എത്രയാണ്? 8 സെക്കൻഡ് ആണ്. 8 സെക്കൻഡ് ഇൻറ്റു ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് വരുന്നത് ഒബ്ജക്റ്റിന്റെ യൂണിഫോം വെലോസിറ്റി ആണ്. അല്ലെ? അത് എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 8 സെക്കൻഡ് ഇൻറ്റു 2 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് എന്ത് കിട്ടുന്നു? 16 മീറ്റർ എന്ന് കിട്ടുന്നു. നിങ്ങൾക്കറിയാം, ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ യൂണിഫോം വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, ഒബ്ജക്റ്റിന് t സെക്കൻഡിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കുമല്ലോ. വെലോസിറ്റി ഇൻറ്റു ടൈം. അത് തന്നെയല്ലേ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ ഒബ്ജക്റ്റ് എത്ര ടൈം ട്രാവൽ ചെയ്തു? 8 സെക്കൻഡ്. 8 സെക്കൻഡ് ഇൻറ്റു ഒബ്ജക്റ്റിന്റെ യൂണിഫോം വെലോസിറ്റി എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. 8 സെക്കൻഡ് ഇൻറ്റു 2 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു 16 മീറ്റർ. അപ്പൊ 16 മീറ്റർ എന്ന് പറയുന്നത് 8 സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിന് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്താണ് തരുന്നത്? ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, അത് നമ്മൾക്ക് എന്താണ് തരുന്നത്? ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് തരുന്നത്. അപ്പൊ നമ്മളിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് മനസ്സിലാക്കുക. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി നമ്മൾക്ക് സപ്പോസ് 4 സെക്കൻഡിൽ ഒബ്ജക്റ്റ് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇത്രയും ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 4 സെക്കൻഡിൽ ഒബ്ജക്റ്റിന് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ
നമ്മൾ ഇത്രയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതിന് ശേഷമുള്ള ഏരിയ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് 4 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 4 × 2 ഇസ് ഈക്വൽ ടു 4 സെക്കൻഡ് ഇൻറ്റു 2 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 8 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 4 സെക്കൻഡിൽ ഒബ്ജക്റ്റിന് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 8 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഒബ്ജക്ട്. ഇനി നിങ്ങൾ ഈ ഒരു കേസ് ശ്രദ്ധിക്കുക. ഇവിടെ ഇനീഷ്യലി നമ്മൾ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, അതായത് 0 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. 2 സെക്കൻഡുകൾക്ക് ശേഷം അതിന്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് വർദ്ധിച്ചു. 4 സെക്കൻഡ് കൊണ്ട് അതിന്റെ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് വർദ്ധിച്ചു. 6 സെക്കൻഡ് കൊണ്ട് 12 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് വർദ്ധിച്ചു. 8 സെക്കൻഡ് കൊണ്ട് 16 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇവിടെ ഒബ്ജക്റ്റിന്റെ മോഷൻ യൂണിഫോം മോഷൻ ആണോ? അല്ല. എന്തുകൊണ്ടല്ല? ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനീഷ്യലി ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. 2 സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആയി. 4 സെക്കൻഡിൽ 8 മീറ്റർ പെർ സെക്കൻഡ് ആയി. 6ാമത്തെ സെക്കൻഡിൽ 12 മീറ്റർ പെർ സെക്കൻഡ് ആയി. 8ാമത്തെ സെക്കൻഡിൽ 16 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഈ രീതിയിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ ഉണ്ടായ ചേഞ്ച് ഈക്വൽ ആണ് അല്ലെ? ആദ്യത്തെ 2 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ ഉണ്ടായ ചേഞ്ച് എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത 2 സെക്കൻഡിലും 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത 2 സെക്കൻഡിലും 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത 2 സെക്കൻഡിലും 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് അത് യൂണിഫോം ആണ് അല്ലെ? ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് യൂണിഫോം, അല്ലെങ്കിൽ ദ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ചേഞ്ചസ് ഈക്വലി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്ട് ചേഞ്ചസ് ഈക്വലി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ആണ്. ഓരോ 2 സെക്കൻഡിലും ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ യൂണിഫോം ആണ്. ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കേസിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് നോക്കാം. ഇവിടെ 0 സെക്കൻഡിൽ 0 മീറ്റർ പെർ സെക്കൻഡ്. 0 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 സെക്കൻഡിൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 4 സെക്കൻഡിൽ 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 6 സെക്കൻഡിൽ 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 8 സെക്കൻഡിൽ 16 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമ്മൾ ഈ പോയിന്റുകളൊക്കെ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നു. The graph is a straight line inclined with the x-axis, or the graph is a straight line inclined with the time axis. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? The velocity time graph of a object in uniformly accelerated motion. The velocity time graph of an object in uniformly accelerated motion is a straight line inclined with the time axis. Okay? Velocity time graph of an object in uniform motion എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആയിരുന്നു. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് വിത്ത് ടൈം ആക്സിസ് ആണ്. ഇനി നമുക്ക് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടെത്താം. നിങ്ങൾ നോക്കുക, ഈ ഒരു ടൈമിൽ 4 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാണ്? 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഈ ടൈം ഞാൻ T1 എന്നെടുക്കുന്നു, ഈ വെലോസിറ്റി V1 എന്നെടുക്കുന്നു. പിന്നെ T2 സെക്കൻഡിൽ, അതായത് 6 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാണ്? അത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പഠിച്ചതാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ y വാല്യൂ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ x വാല്യൂ ആണ്. ഇവിടെ y വാല്യൂലുള്ള ചേഞ്ച് എന്താണ്? V2 മൈനസ് V1 ആണ്. V2 മൈനസ് V1 ഡിവൈഡ് ബൈ x വാല്യൂലുള്ള ചേഞ്ച് എന്താണ്? T2 മൈനസ് T1 ആണ്. T2 മൈനസ് T1. V2 മൈനസ് V1 ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്, ഡെൽറ്റ V. T2 മൈനസ് T1 ടൈം ഇന്റർവൽ ആണ്, ഡെൽറ്റ T. നമുക്കറിയാം ഡെൽറ്റ V ഡിവൈഡ് ബൈ ഡെൽറ്റ T, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. അതെന്താണ്? അത് ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഗിവ്സ് വാട്ട്? ആക്സിലറേഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഗിവ്സ് ആക്സിലറേഷൻ. നിങ്ങൾ നോക്കുക, ഇവിടെ എന്താണ് നമുക്ക് ആൻസർ കിട്ടുക? V2 മൈനസ് V1 12 മൈനസ് 8.
divided by t2 minus t1, 6 minus 4. That is 4 meter per second divided by 2 second is equal to 2 meter per second square. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. എത്രയാണ് ഒബ്ജക്റ്റിന്റെ യൂണിഫോം ആക്സിലറേഷൻ? 2 meter per second square ആണ്. That means the velocity time graph, the slope of velocity time graph of an object gives acceleration of the object. ഇനി നിങ്ങൾ ഈ ഒരു കേസ് നോക്കിയാൽ ഇവിടെ എന്താണ്? 0 സെക്കൻഡിൽ, അതായത് നമ്മൾ ഒബ്ജക്റ്റിന്റെ മോഷൻ ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒബ്ജക്റ്റ് 16 മീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ രണ്ടാമത്തെ സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി 16 നിന്നും 12 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഡിക്രീസ് ചെയ്തു. നാലാമത്തെ സെക്കൻഡിൽ അത് 8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഡിക്രീസ് ചെയ്തു. ആറാമത്തെ സെക്കൻഡിൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഡിക്രീസ് ചെയ്തു. എട്ടാമത്തെ സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആയി, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് വന്നു. 8 സെക്കൻഡ് കൊണ്ട് ഒരു ഒബ്ജക്റ്റ് എന്തിലേക്ക് വരികയാണ്? റെസ്റ്റിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുകയാണ്? യൂണിഫോം ആയിട്ട് ഡിക്രീസ് ചെയ്യുകയാണ്. നേരത്തെ കേസിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി യൂണിഫോം ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയായിരുന്നു. ഇവിടെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി യൂണിഫോം ആയിട്ട് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്നത് റിട്ടാർഡേഷൻ ആണ്. ഈ ഒരു അവസരത്തിൽ എന്തായിരിക്കും ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരിക? ഇവിടെ എങ്ങനെയാണ് ഗ്രാഫ് കിട്ടുന്നത് നോക്കിയേ. 0 സെക്കൻഡിൽ 16 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി. 2 സെക്കൻഡിൽ അത് 12 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഡിക്രീസ് ചെയ്തു. 4 സെക്കൻഡിൽ അത് വീണ്ടും ഡിക്രീസ് ചെയ്തിട്ട് 8 മീറ്റർ പെർ സെക്കൻഡ് ആയി. 6 സെക്കൻഡിൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഡിക്രീസ് ചെയ്തു. 8ാമത്തെ സെക്കൻഡിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് വന്നു, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പൊ നമുക്ക് ഈ രീതിയിലാണ് എന്ത് കിട്ടുന്നത്? ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് യൂണിഫോം റിട്ടാർഡേഷനോട് കൂടിയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പൊ ഈ ഒരു ഗ്രാഫിന്റെ ഷേപ്പ് നമ്മൾക്ക് ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. എക്സ് ആക്സിസിൽ നമ്മൾ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ ഇതാണ് ഗ്രാഫിന്റെ ഷേപ്പ്. ഇത് യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റി എടുക്കുക. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ കേസിലുള്ള ഗ്രാഫ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഇനി ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ, ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ, ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് ഈ രീതിയിലാണ് കിട്ടുക. അപ്പൊ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്ട് ഇൻ യൂണിഫോം മോഷൻ, വെലോസിറ്റി കോൺസ്റ്റന്റ്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്ട് ഇൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ, അതിന്റെ അർത്ഥം ഇവിടെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. ഇതെന്താണ്? ഇത് യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ആയിട്ട് ഡിക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് യൂണിഫോം റിട്ടാർഡേഷന്റെ കേസിലുള്ള ഗ്രാഫാണ്. ഇത് യൂണിഫോം ആക്സിലറേഷന്റെ കേസിലുള്ള ഗ്രാഫാണ്. ഇത് യൂണിഫോം മോഷന്റെ കേസിലുള്ള, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഷന്റെ കേസിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുക. ഒന്നെന്താണ്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. രണ്ടാമത്തത് എന്താണ്? സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. ഇനി നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ 3 കേസും ഒന്നിച്ചു വരുന്ന ഒരു ഗ്രാഫാണ് നമ്മൾ ഇനി വരക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒബ്ജക്റ്റിന്റെ മോഷൻ ശ്രദ്ധിക്കുക. 0 സെക്കൻഡിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. 1 സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. രണ്ടാമത്തെ സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. എന്നാൽ 3ാമത്തെ സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി എത്ര തന്നെയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. രണ്ടാമത്തെ സെക്കൻഡ് മുതൽ 3ാമത്തെ സെക്കൻഡ് വരെ വെലോസിറ്റിയിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. 4ാമത്തെ സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്തിട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് ആയി. 5ാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് തിരിച്ചു വന്നു. ഈ ഒരു ഗ്രാഫ് നമ്മൾ എങ്ങനെയാണ് വരക്കുക? 0 സെക്കൻഡിൽ 0 മീറ്റർ പെർ സെക്കൻഡ്, 1 സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡ്, 2 സെക്കൻഡിൽ 4 മീറ്റർ പെർ സെക്കൻഡ്, 2 സെക്കൻഡിൽ 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുന്നത് ഇത്ര വരെ. ഇതെന്ത് മോഷനാണ്? ഇത്ര വരെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്, 2 സെക്കൻഡ് വരെ. എന്നാൽ 3ാമത്തെ സെക്കൻഡിലും എത്രയാണ് വെലോസിറ്റി? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3ാമത്തെ സെക്കൻഡിലും വെലോസിറ്റിയിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം ഇന്റർവെലിൽ ഒബ്ജക്റ്റിന്റെ മോഷൻ യൂണിഫോം മോഷൻ ആണ്.
നാലാമത്തെ സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്തിട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് ആയി. 2 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഡിക്രീസ് ചെയ്തു. അഞ്ചാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി എന്തായി? 0 ആയി. ഫസ്റ്റിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിന് ഞാൻ ഇങ്ങനെ പേര് കൊടുക്കുകയാണ്. ഈ പോർഷൻ, ഈ പോയിന്റ് ഞാൻ O എന്ന് കൊടുക്കുന്നു. ഇത് A, ഇത് B, ഇത് C. OA എന്ന പോർഷൻ എന്ത് മോഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? OA എന്ന പോർഷൻ അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ് അല്ലേ? AB എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? യൂണിഫോം മോഷനെയാണ്. 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ എന്തില്ല, ചേഞ്ച് സംഭവിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു സെക്കൻഡിൽ, ആ ഒരു ടൈം ഇന്റർവെലിൽ ഒബ്ജക്റ്റിന് യൂണിഫോം മോഷനാണ്. BCO യൂണിഫോം റിട്ടാർഡേഷനോട് കൂടിയിട്ടുള്ള മോഷനാണ്. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്ന് തുടങ്ങി ഒന്നാമത്തെ സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് വർദ്ധിച്ചു. രണ്ടാമത്തെ സെക്കൻഡിൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് വർദ്ധിച്ചു. മൂന്നാമത്തെ സെക്കൻഡിൽ അത് 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നു. എന്നാൽ നാലാമത്തെ സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി കുറഞ്ഞ് 2 മീറ്റർ പെർ സെക്കൻഡ് ആയി. അഞ്ചാമത്തെ സെക്കൻഡിൽ അത് വീണ്ടും റെസ്റ്റിലേക്ക് പോകും. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, 5 സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിന് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 5 സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിന് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം. ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഈ ഗ്രാഫിന്റെ അടിയിൽ വരുന്ന, താഴെ വരുന്ന ഏരിയ ആണ് എന്ത് തരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് തരുന്നത്. നമുക്ക് ഈ ഗ്രാഫിനെ വേണമെങ്കിൽ 3 ആയിട്ട് ഭാഗിക്കാം. ഈ രീതിയിൽ നമുക്ക് ഗ്രാഫിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതൊരു ട്രയാങ്കുലർ ഷേപ്പാണ്, ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പാണ്, ഇത് വീണ്ടും ട്രയാങ്കുലർ ഷേപ്പാണ്. അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, പിന്നെ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, മൂന്നും കൂടി ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് കിട്ടും. അതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽസ് ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറഞ്ഞു. ഒന്നാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണ് അല്ലെ? ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. പ്ലസ് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. പ്ലസ് വീണ്ടും ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് കേസിൽ എന്താണ് വരുന്നത്? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 2 ആണ്. 2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 4 ആണ്. ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 4 പ്ലസ് രണ്ടാമത്തെ കേസിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാണ്? ഈ ഡിഫറൻസ് ആണ്. ഇത് 2 സെക്കൻഡ്, ഇത് 3 സെക്കൻഡ്. അപ്പൊ ലെങ്ത് എത്രയാണ്? 3 - 2 ഈക്വൽ ടു 1 സെക്കൻഡ് ആണ്. 1 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 4 പ്ലസ് വീണ്ടും ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 3 ആണ്. ഇവിടെ 5 ആണ്. അപ്പൊ ഡിഫറൻസ് 5 - 3 2 ആണ്. ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു ഹൈറ്റ് 4 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. 4 ദാറ്റ് ഈക്വൽസ് ഇവിടെ 2 ക്യാൻസൽ ആയി. 4 പ്ലസ് 1 ഇൻറ്റു 4 പ്ലസ് വീണ്ടും 4 പ്ലസ് 4 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 12 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ 5 സെക്കൻഡിൽ ഒബ്ജക്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ 5 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആണ്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 12 മീറ്റർ ആണ്. ഈ രീതിയിലുള്ള ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ബാക്കി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.